KSFDC ചെയർമാനും സംവിധായകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു എന്ന അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് നമ്മളെ തേടിയെത്തിയത്. അദ്ദേഹത്തിന് 73 വയസ്സായിരുന്നു. ഇപ്പോൾ സംവിധായകൻ വിനയൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വിനയൻ, ഷാജി എൻ കരുൺ സർ ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സംവിധാനം ചെയ്തവർക്കും അല്ലെങ്കിൽ തിരക്കഥാകൃത്തുകൾക്കും സിനിമയെ സ്നേഹിക്കുന്നവർക്കെല്ലാം തന്നെ ഒരു പാഠശാല. ആ രീതിയിലാണ് ഇപ്പോൾ വന്ന പ്രതികരണങ്ങളെല്ലാം തന്നെ പറയുന്നത്. അങ്ങ് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തോടൊപ്പമുള്ള എപ്പോഴെങ്കിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നോ അദ്ദേഹത്തിൻ്റെ സൗഹൃദം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സിനിമകളെക്കുറിച്ചും? ഷാജിറിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, സിനിമയിൽ ഞാനൊരു ഗുരുസ്ഥാനായി കാണുന്ന വ്യക്തിയാണ് ഷാജിയേട്ടൻ. കാരണം അദ്ദേഹത്തിന്റെ ആദ്യകാല അദ്ദേഹം ക്യാമറ ഛായാഗ്രഹനായി ജോലി ചെയ്തിരുന്ന ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്തൊരു ചിത്രം ഉണ്ടായിരുന്നു, മീനമാസത്തിലെ സൂര്യൻ. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമയായിരുന്നത്. ആ സിനിമയിൽ അദ്ദേഹത്തിന് അതിന്റെ മുഴുവനുള്ള അതിന്റെ ഷൂട്ടിങ്ങിൽ എനിക്ക് സംബന്ധിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് എന്റെ സിനിമയിലോട്ടുള്ള ഒരു പ്രവേശനത്തിന്റെ തുടക്കം എന്ന് പറയാം. അതിൽ അന്നോട്ട് ഷാജിറിനെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒക്കെ വിളിക്കുമായിരുന്നു. ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയിലേക്കപ്പം ഒരു നല്ല മനുഷ്യനായിരുന്നു. വളരെ സോഫ്റ്റായിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും പറയാവുന്ന ഒരു വ്യക്തി. പിന്നെ ഇപ്പൊ ഈ KSFDCയിലൊക്കെ അദ്ദേഹം ഇപ്പം ഇരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പറ്റി ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ പഠിച്ചിടത്തോളം ഒരു വലിയ സംഘാടകം കൂടായിരുന്നു. വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ, വലിയ ഉച്ചത്തിലൊന്നും സംസാരിക്കുകയൊന്നും ഇല്ലെങ്കിൽ പോലും കാര്യങ്ങൾ ചെയ്യാനും അതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഭംഗിയായിട്ട് കൊണ്ടുപോകാനും ഒക്കെ വളരെ മിടുക്കനായ ഒരു വ്യക്തി കൂടായിരുന്നു അദ്ദേഹം. ഈ പിറവി എന്ന് പറയുന്ന ഒരു ഒറ്റപ്പടം കൊണ്ട് ദേശീയ ഇന്റർനാഷണൽ ലെവലിൽ അദ്ദേഹം ഒരു വലിയ പേര് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വേറൊരു വ്യത്യസ്തമായ മുഖം നമുക്ക് സംഭാവന ചെയ്ത ചിത്രമായിരുന്നല്ലോ വാനപ്രസ്ഥം. പിന്നെ സൊമ്മ്, അദ്ദേഹം പിന്നെ കുട്ടിസാങ്ക്, AKG, അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ അക്കാഡമിക്കലായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ചിത്രങ്ങളാണ്. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഒരു സ്നേഹസമ്പന്നനായ വ്യക്തിയായിരുന്നു പുള്ളി. ഈ അടുത്ത കാലത്ത് പോലും ഒത്തിരി സമയം സംസാരിക്കാനും, അതുപോലെ തന്നെ എൻ്റെ സിനിമയിലെ ചില പ്രശ്നങ്ങളുമായിട്ടൊക്കെ എനിക്ക് സിനിമാ സംഘടനകൾ വിലക്കേക്ക് ഏർപ്പെടുത്തിയ സമയത്തൊക്കെ എന്നെ വിളിച്ചതിന് നേരം സംസാരിക്കാനും, ചില നിലപാടുകൾ നമ്മൾ ശക്തമായിട്ട് നിൽക്കുമ്പം അതിന് ചില പ്രശ്നങ്ങളുണ്ടാകും, അത് നേരിടുന്നിടത്താണ് നമ്മുടെ വിജയം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളൊക്കെ വളരെ അടുത്തൊരു ബന്ധമായിരുന്നു. ഒരു വലിയ ചലച്ചിത്രകാരനെയും വലിയൊരു മനുഷ്യസ്നേഹിയും ഒരു സംഘാടകനെയും ഒക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിക്കുന്നു. നന്ദി ശ്രീ വിനയൻ, അദ്ദേഹത്തെക്കുറിച്ച് ഈ സമയത്ത് ഇത്രയും വാക്ക് നമ്മളോട് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവച്ചതിന്.